17 വർഷം ഈ ഫീൽഡിലുണ്ടായിരുന്ന താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 17 വർഷത്തിൽ മനസ്സിലായത്? 17 വർഷം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 17 വർഷത്തെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയാം. അതായത് നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 വർഷം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. 18ഉം 20ഉം 22 വർഷത്തിന് ശേഷമാണ് ചില ആൾക്കാർ ചില സ്ട്രാറ്റജീസിലോട്ട് എത്തുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പെർട്ടൈസ് ഈ 17 വർഷം കൊണ്ടുണ്ടായിരുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അത് ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ 17 വർഷത്തെ എൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടും എന്നുള്ളത് ഈ 17 വർഷങ്ങളുടെ ഇടയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതും ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളിലും അത് പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പോൾ അതൊരു പരീക്ഷണമെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൈസ വെച്ചിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്യേണ്ടതാണ്. അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് പോലത്തെ ടൂളുകളൊക്കെ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എല്ലാവരും ചെയ്യാനുള്ളതാണെന്നാണ് നമ്മുടെ ഒരു സജഷൻ പറയാനായിട്ടുള്ളത്. സപ്പോസ് എൻ്റെ കയ്യിലൊരു 10,000 രൂപ ഉണ്ടെന്ന് വയ്ക്കുക, ഞാനത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്? സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്. പേഴ്സണൽ ഫിനാൻസാണ് നമ്മൾ മാനേജ് ചെയ്യണത്. മീൻസ് നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, പാഷൻ. ഇതിൽ 10,000 രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പറയാം. പക്ഷേ 10,000 രൂപ നമ്മൾ ഒരു ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാം. ഇതൊരു ഓഷനും കൂടെയാണ്. അപ്പോൾ ഒരു അറ്റ്ലാന്റിക് ഓഷൻ. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷനിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് കാണുന്ന അതിൻ്റെ ഒരു ഡെപ്ത്ത് എത്രത്തോളം ഉണ്ട്, എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അവന്യൂസ് പറയാൻ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങില്ല എന്ന് പറയാൻ പറ്റും. അത്രയും അവസരങ്ങളുണ്ട്. പക്ഷേ അവസരങ്ങൾ സ്മാർട്ടായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക്, പേഷ്യൻസ് കാണിച്ച് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല റിട്ടേൺസ് അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കാനൊക്കെ പറ്റും. ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിലൊരു സീഡ് കിട്ടി, ഒരു വിത്ത് കിട്ടി, ആ വിത്ത് ഒന്ന് വിതച്ച് വളമിട്ട് വെള്ളം ഒഴിച്ച് അതിനൊന്ന് വളർത്തിക്കൊണ്ട് വരുന്നതിന് മുമ്പേ ആദ്യത്തെ ദിവസം തന്നെ ഈ സീഡ് വെച്ചിട്ട് അതൊരു ഫോറസ്റ്റ് അടുത്ത ദിവസം വേണം എന്ന് പറയുന്ന ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഈ പറഞ്ഞ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കാണാറുള്ളത്. കുറേ നാൾക്ക് ശേഷം അവർക്ക് തന്നെ സ്വയം മനസ്സിലാവും അങ്ങനെയല്ല, നമുക്ക് കുറച്ച് പേഷ്യൻസൊക്കെ ഉണ്ട്, സമാധാനമായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇതിനകത്തൊരു റിവാർഡ് കിട്ടത്തുള്ളൂ. ഒരു ദിവസം കൊണ്ടൊന്നും ഒരു ചെടി പൂത്ത് കായ്ച്ച് വലിയൊരു ഫലം കിട്ടുന്ന, ഫ്രൂട്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കണം. അതാണ്. അപ്പോൾ അതിനകത്ത് 10,000 രൂപ കൊണ്ടുവരുന്ന ഒരാളിനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ സ്റ്റോക്സ് തന്നെ ആവണമെന്നില്ല, അത് മ്യൂച്വൽ ഫണ്ട് ത്രൂ ആയിരിക്കും. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയും. കുറച്ച് പ്രാക്ടീസൊക്കെ ആയതിനു ശേഷം, കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലായതിനു ശേഷം, ഒരു മെച്യൂരിറ്റി വന്നതിന് ശേഷം കുറേശ്ശെ ഓഹരികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് നന്നായിരിക്കും. അതിന് എപ്പോഴും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്ത് തന്നെയായിരിക്കണം അത് ചെയ്യേണ്ടത്. വെറുതെ എവിടെയെങ്കിലും കണ്ട സജഷൻസൊക്കെ കേട്ടിട്ട് നമ്മൾ ഓൺലൈൻ മീഡിയ വഴി ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു നമ്മളെ ആരാണ് ഗൈഡ് ചെയ്യുന്നത്, അവരുടെ എക്സ്പെർട്ടീസും എത്രത്തോളം ഇൻഫർമേഷൻ അവരുടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം 10,000 രൂപ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് അല്ല, എന്നാൽ അതൊരു വലിയ എമൗണ്ടും അല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയറിലോ മ്യൂച്വൽ ഫണ്ടിലോ ചെയ്താൽ എനിക്ക് എൻ്റെ റിട്ടേൺസ് എപ്പോൾ തൊട്ടായിരിക്കും കിട്ടുന്നത്? ഓഹരിയിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിവാർഡ്, അതിൽ നിന്നൊരു പ്രോഫിറ്റ്, ലാഭം, റിട്ടേൺസ് എന്ന് പറയുന്നത് കിട്ടിത്തുടങ്ങുന്നത് അത് ഏത് പീരീഡിലും ആവാം. ഇപ്പോൾ നമ്മൾ ഓഹരിയിലാണെങ്കിൽ ഇപ്പം ഒരാളൊരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അന്ന് തന്നെ ചിലപ്പം ആൾ വാങ്ങിയ ഓഹരിയുടെ വില കൂടിയിട്ട് അന്ന് തന്നെ വേണമെങ്കിൽ ആൾക്ക് ലാഭം എടുക്കാൻ പറ്റും. ചിലപ്പോൾ അന്ന് തന്നെ ഒരു 20-30% ചിലപ്പോൾ വില കൂടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത ഒരു ഓഹരി ആൾ ഇന്ന് വാങ്ങി അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം 1-2 ദിവസം കൊണ്ട് ആൾക്ക് 20-30% ലാഭം കിട്ടി. ഒരു വർഷം നമ്മൾ ബാങ്കിൽ FD വെച്ചിരുന്നാൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് വെച്ചിരുന്നാൽ കിട്ടുന്ന കഷ്ടിച്ച് 6-7% റിട്ടേൺസാണ്, ഇൻട്രസ്റ്റാണ്. അതിൻ്റെ എത്രയോ ഇരട്ടി ഈ ചെറിയ പീരീഡിൽ കിട്ടാനുള്ള സാധ്യതയുള്ളൊരു ഇതാണ്. സാധ്യതകളുടെ ലോകമാണെന്ന് പറയും. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ലോകമാണ് ഈ പറഞ്ഞ ഓഹരി വിപണി, സ്റ്റോക്ക് മാർക്കറ്റ്. മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന പൈസ കളക്ട് ചെയ്യുന്ന പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓഹരികളിലും അതുപോലത്തെ
അസറ്റ് ക്ലാസ്സസിലാണ്. ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ്, കോമൺ ആയിട്ട് സെക്യൂരിറ്റീസ് എന്ന് പറയാം. അതായത് ഓഹരികളാവാം, കടപ്പത്രങ്ങളാവാം, ഗോൾഡ് ആവാം, പല പല അസറ്റ് ക്ലാസ്സസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് മ്യൂച്വൽ ഫണ്ട് ത്രൂ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ഓരോരുത്തരുടെ എക്സ്പെക്റ്റേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ ലാഭം എടുക്കണം, അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് ലാഭം എടുത്ത് കൊണ്ടുപോയി എനിക്ക് വേറൊരു സംഭവം ചെയ്യാനുണ്ട്. ഒരാളൊരു 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത വർഷം 1 വർഷം കൊണ്ട് എനിക്കൊരു 50 ലക്ഷം രൂപ വിലയുള്ളൊരു വീട് വാങ്ങണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ചിലപ്പോൾ നടന്നേക്കാം, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലമാണ് ഓഹരി വിപണി. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും, സർപ്ലസ് ഉള്ള എല്ലാവരും, ഏജ് ഗ്രൂപ്പ് നോക്കാതെ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, മീൻസ് മ്യൂച്വൽ ഫണ്ട് ത്രൂവോ ഓഹരി വിപണി ത്രൂവോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞ് മനസ്സിലാക്കി വേണം ചെയ്യാനുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൈമറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അറിയുന്നതിന് മുന്നേ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, എത്രത്തോളം റിസ്ക് ഉണ്ട്. നമ്മൾ FD ഇടുകയാണെന്നുണ്ടെങ്കിൽ, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ഇടുന്നു, അതുപോലെ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബോണ്ടുകൾ, ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഓഹരി വിപണി അല്ലെങ്കിൽ ഓഹരി എന്ന് പറയുന്നത്, സ്റ്റോക്സ്, ഷെയർസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ടാറ്റ മോട്ടോഴ്സ് ഒരു എക്സാമ്പിൾ എടുക്കുന്നു. എക്സാമ്പിൾ മാത്രമാണ്, ഇതൊരു സജഷനൊന്നുമല്ല. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ 500 രൂപ കൊടുത്ത് ഒരു 10 ഷെയർ മേടിച്ചു, 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 5000 രൂപയ്ക്ക് മേടിച്ച ഓഹരി നമ്മൾ എപ്പോൾ ലാഭം എടുക്കണം എന്നുള്ളത്, ലാഭം എപ്പോൾ കിട്ടുന്നോ അപ്പോൾ എടുക്കാം. എപ്പോൾ വേണമെങ്കിലും അവർക്കത് ലാഭം എടുത്ത് മുഴുവൻ പൈസ വിഡ്രോ ചെയ്ത് പോകാം. അപ്പോൾ പ്രൈമറിയായിട്ട് അറിയേണ്ട കാര്യം എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള റിസ്ക് എന്നുള്ളതാണ്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഓരോ ദിവസവും കമ്പനിയെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന ന്യൂസുകളെല്ലാം ഈ ഓഹരിയെ ഫ്ലക്ച്വേറ്റ് ചെയ്യിപ്പിക്കും. ഓഹരിയുടെ പ്രൈസ് മൂവ്മെൻറ്റിനെ ബാധിക്കാറുണ്ട്. ഇത് ഓഹരിയുടെ പ്രൈസ് മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എപ്പോഴും ലോകം മുഴുവനും വരുന്ന ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളോ ആ കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളോ ഒക്കെ ആയിരിക്കും എപ്പോഴും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി, ഒരു അസറ്റ് ക്ലാസിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്, ഫ്ലക്ച്വേറ്റ് ചെയ്യപ്പെടും. അപ്പം ഈ ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ പറയാനുള്ള റിസ്ക് ഫാക്ടേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. റിട്ടേൺസ് എന്ന് പറയുന്നത് കൂടുതൽ റിസ്ക് ഉള്ള അസറ്റ് ക്ലാസ്സസിൽ റിട്ടേൺസ് കൂടുതൽ കിട്ടാറുമുണ്ട്. ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാരുമുണ്ട്, ലോങ് ടൈമിലുള്ളൊരു അസറ്റ് ക്രിയേഷനായിട്ട് കാണുന്നവരുണ്ട്. പ്രൈമറി ആയിട്ട് ഒരു കുറച്ച് റിസ്ക് അധികമുണ്ട്. അത്രയും തന്നെ ആ റിസ്ക് എടുക്കുന്നത് കൊണ്ട് കൂടുതൽ റിട്ടേൺസ്, ബെനിഫിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയും ഉള്ളൊരു സെഗ്മെൻറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സപ്പോസ് എൻ്റെ കയ്യിലൊരു ബൾക്ക് എമൗണ്ട് ഉണ്ടെന്ന് വെക്കുക, ഞാനത് ലാൻഡ് വാങ്ങിക്കുന്നതാണോ ഗോൾഡ് വാങ്ങിക്കുന്നതാണോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മുടെ ഒരു ബൾക്ക് എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് 10 lakh rupees. അപ്പം ഒരു 10 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ട്, സർപ്ലസ് ഉണ്ട്. അപ്പോൾ ആൾ കുറേ നാളുകളായിട്ട് ജോലി ചെയ്ത് മിച്ചം വെച്ചിരിക്കുന്ന പൈസയാണ്. ആൾക്കൊരു ലാൻഡ് വാങ്ങണമെങ്കിൽ നമുക്ക് ലാൻഡിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ലാൻഡിൻ്റെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ അപ്രീസിയേഷൻ വരില്ല. ലാൻഡ് വാങ്ങി നാളെ തന്നെ വിൽക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. വാങ്ങുന്ന പോലെ എളുപ്പമല്ല അത് വിൽക്കാനായിട്ട്. ഓഹരി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിൽക്കാനായിട്ട് അതിൻ്റെ പ്രൈസ് ഓക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്പോഴും വിൽക്കണമെന്ന് വെച്ചാൽ വിൽക്കാൻ പറ്റും. അതുപോലത്തെ വിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വളരെ റയറസ്റ്റ് ഒക്കേഷൻസിലേ വരാറുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് 0 എന്ന് വേണമെങ്കിൽ പറയാം, നല്ല കമ്പനികളുടെ കേസിലൊക്കെ ആണെങ്കിൽ. അപ്പം 7000-ഓളം കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ഓഹരിയെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അത് ഏത് ഓഹരിയും നമുക്ക് വാങ്ങാം. നമ്മുടെ നോളജിനനുസരിച്ച്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്, നമ്മുടെ സ്വന്തം ആയിട്ടുള്ള റിസർച്ചിനനുസരിച്ച് ഒക്കെ ഓരോരുത്തർക്കും അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഈ 10 ലക്ഷം രൂപ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ മനസ്സിലൊരു റിട്ടേൺസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഈ ഇൻവെസ്റ്ററിൻ്റെ. ഇപ്പോൾ ഈ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാൻഡിലാണെങ്കിൽ ഇപ്പോൾ 5 സെൻറ്റ് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് 2 ലക്ഷം രൂപ വീതം കൊടുത്ത് 5 സെൻറ്റ് വാങ്ങി. ഈ വാങ്ങിയ സ്ഥലം 5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയ്ക്ക് മേടിച്ച സ്ഥലത്തിൻ്റെ വില ഒരാൾ ഒരു 6 മാസം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ഒരു 3 ലക്ഷം രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പം 2 ലക്ഷം രൂപയുടെ എത്ര പെർസെൻറ്റേജ് വരും? 3 ലക്ഷം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പം എന്താണെങ്കിലും ഒരു ഈ പറഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു നല്ല അപ്രീസിയേഷൻ കിട്ടി. ഈ 2 ലക്ഷം രൂപയുടെ സാധനം 3 ലക്ഷം എന്ന് പറയുമ്പോൾ മോശമല്ലാത്തൊരു അപ്രീസിയേഷൻ കിട്ടി, 50% ആയി അല്ലേ?
50% ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ റിയൽ എസ്റ്റേറ്റ് പോലത്തെ അസറ്റ് ക്ലാസ്സിൽ അങ്ങനെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമുക്കത് വിൽക്കാനായിട്ട് പറ്റില്ല. അവരത് ഓഫറൊക്കെ പറയും, പക്ഷേ ഓഫർ പറയുക മാത്രമേ ഉള്ളൂ, ടൈമിലി നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് 10 വർഷത്തിലധികമായിട്ട് നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അത് ലിക്വിഡിറ്റി ഒരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ അസറ്റ് ക്ലാസ്സിൽ. പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇറ്റ് ഈസ് വൺ അമംഗ് ദ മോസ്റ്റ് ഇല്ലിക്വിഡ് അസറ്റ്. ലിക്വിഡിറ്റി മീൻസ് പൈസയാക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു അസറ്റ് ക്ലാസ് ആയതുകൊണ്ട് സാധാരണ ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇപ്പം റിയൽ എസ്റ്റേറ്റ് തന്നെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കത് പറ്റുമായിരിക്കും, പക്ഷെ അപ്പോഴും ഒരു ബുദ്ധിമുട്ടുന്നുണ്ടാവും. പിന്നെ ഓഹരി എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്കത് വിറ്റ് വാങ്ങിയതിൻ്റെ അന്ന് തന്നെ വേണമെങ്കിൽ മുഴുവൻ പൈസയും വിഡ്രോ ചെയ്ത് പോകാം, അല്ല അടുത്ത ദിവസമായി സൗകര്യമുള്ള സമയത്ത് ലാഭമുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും. നമുക്കാരാണ് നമുക്ക് എഗൻസ്റ്റ് ഒരു ബയർ നിൽക്കുന്നത്, ആൾ നമുക്ക് വിറ്റിട്ട് സെല്ല് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ട്രാൻസാക്ഷനെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തോട്ട് പോവാതെ ഒരു സ്ഥലത്തൊരു കമ്പ്യൂട്ടറിൽ നോക്കി മൊബൈലിൽ നോക്കി നമുക്കിത് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊന്നും നമുക്ക് ഈ ലാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചധികം പൈസയും വേണം ലാൻഡിൽ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട്. ഇതാണ് ലാൻഡും ഇക്വിറ്റി മീൻസ് ഓഹരി നമ്മളൊരു മെയിൻ ഡിഫറൻസ്. ലിക്വിഡിറ്റി വളരെയധികം ഉള്ള സ്ഥലമാണ് ഓഹരി, ലിക്വിഡിറ്റി ഒട്ടുമില്ലാത്ത സ്ഥലമാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സമയത്ത് വിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നവും. അതുപോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫിസിക്കൽ ഗോൾഡാണോ അതേ ഡിജിറ്റൽ ഗോൾഡാണോ നല്ലത്? ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോയിനായിട്ടോ ബിസ്ക്കറ്റായിട്ടോ ബാറായിട്ടോ മേടിച്ച് നമ്മൾ നമ്മുടെ ലോക്കറിൽ വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ അത് ഫിസിക്കൽ ഗോൾഡ് നമ്മൾ ലോക്കറിൽ വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അപ്പോഴും ലോക്കർ പൊളിച്ച് കള്ളം കൊണ്ടുപോയി എന്തോ ചെയ്യും, അങ്ങനെ ഒരു സാധ്യതകളുണ്ട്. ബാങ്കിൻ്റെ ലോക്കർ എത്രയോ തവണ ഡാമേജ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇത് തെഫ്റ്റ് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഈ ഫിസിക്കൽ ഗോൾഡിനുണ്ട്. അപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഗോൾഡിന് അപ്രീസിയേഷൻ കിട്ടും, ശരിയാണ്. അപ്പം അതും ഓർണമെൻറ്റ്സ് ആയിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഗോൾഡ് വാങ്ങുന്ന ഒരു പതിവുള്ളത്. അത് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ വാങ്ങും, പക്ഷേ അവർ വാങ്ങിക്കൊണ്ട് വരുന്നത് ഓർണമെൻറ്റ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോഡൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇവർ പിന്നെയും പോയത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ മേക്കിംഗ് ചാർജ് കൊടുത്ത് ഒരുപാട് പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പണിക്കൂലി ഇല്ലാതെ ആരും തരാനുള്ള സാധ്യതയില്ലല്ലോ. ഓൾമോസ്റ്റ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം. പരസ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ എന്നാലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയത്ത് ഡിജിറ്റൽ ഗോൾഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ETF-കളുണ്ട്, ഗോൾഡ് ETF-കളൊക്കെ ഉണ്ട്. ഡിജിറ്റൽ ഫോർമാറ്റിൽ തന്നെ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗമുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ വാങ്ങി നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ച് നമ്മുടെ പേരിലൊരു ഫോൾഡറിൽ സൂക്ഷിച്ച് സേവ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാം. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത ആഴ്ചയാണെങ്കിൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഗോൾഡ് നമ്മൾ തിരിച്ചത് ഒരു ജ്വല്ലറിയിൽ കൊടുത്ത് വേറൊരാളെ കണ്ടുപിടിച്ചത് കൊടുത്ത് അവരുടെ പൈസ മേടിക്കണം. അപ്പോൾ ഫിസിക്കൽ ട്രാൻസാക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഡിജിറ്റൽ വളരെ എളുപ്പമാണ്. റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരും ഫിസിക്കൽ ഗോൾഡോ അല്ല ഡിജിറ്റൽ ഗോൾഡും തമ്മിൽ? ഫിസിക്കൽ ഗോൾഡും ഡിജിറ്റൽ ഗോൾഡും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് പറയുമ്പോൾ ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസിനനുസരിച്ച് ഗോൾഡിൻ്റെ വിലയിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡ് യൂണിറ്റ്സ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ETF-കളൊക്കെ ഉണ്ടാവും. ഗോൾഡിൻ്റെ ഫണ്ട് ഓഫ് ഫണ്ടുകളുണ്ടാവും. ഗോൾഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറൊരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ അസറ്റ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. പ്രൈസ് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇൻ്റർനാഷണൽ പ്രൈസിനനുസരിച്ച് ഇത് രണ്ടിലും വ്യത്യാസങ്ങൾ വരും. പിന്നെ നമ്മുടെ അക്വിസിഷൻ കോസ്റ്റ്, നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ മേക്കിംഗ് ചാർജ് മിക്കവാറും ഗോൾഡ് കോയിനോ ബിസ്ക്കറ്റോ ബാറോ ഒന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മേക്കിംഗ് ചാർജിൻ്റെ ഒരു ഡിഫറൻസ് ആലോചിക്കാം. അപ്പം ഒരു കോയിൻ വാങ്ങുമ്പോൾ ഒരു പെർസെൻറ്റേജോ എല്ലാം അവർ ചാർജ് മേടിക്കും. എന്താണെങ്കിലും അതിനൊരു ചാർജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചാർജ്, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള തുച്ഛമായ പൈസ മാത്രമേ ഇതിലൊരു കോസ്റ്റ് ഡിജിറ്റൽ ഗോൾഡിൽ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിജിറ്റൽ ഗോൾഡ് തന്നെയാണ്. അത് മ്യൂച്വൽ ഫണ്ട് റൂട്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട് വഴി നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിലും വാങ്ങി സൂക്ഷിക്കാനുള്ള അവസരവും ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇത്രയും റിസ്ക് ഉള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിലെന്ത് ഗ്യാരണ്ടിയാണ് ഞാനതിനകത്ത് കാണേണ്ടത്? അതായത് സ്റ്റോക്ക് റിസ്ക് ഉണ്ടല്ലോ. സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ, ഓഹരി എന്ന് പറയുന്നതിൽ റിസ്ക് എന്നൊരു ഫാക്ടർ, ഒരു കമ്പോണൻ്റ് ഉണ്ട്. അത് വളരെ കറക്റ്റാണ്. പക്ഷേ
അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ആ റിസ്ക് എടുക്കുന്നത് കൊണ്ട് അത്രയും റിട്ടേൺസ് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും ചെയ്യണത്. ഇപ്പം ഒരു പരിധി വരെ ആൾക്കാർക്ക് എല്ലാം ഇത് ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് തന്നെ പറയാം. ഒരുവിധം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അറിയാം. എസ്പെഷ്യലി കേരള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മിക്കവാറും എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്ന കേട്ടിട്ടുണ്ട്, അല്ല വായിച്ചിട്ടുണ്ട്, പത്രത്തിലുണ്ട്, ടി വിയിൽ കാണുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ പലരും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ കേൾക്കാറുണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഓഹരിയുടെ പ്രൈസ് മൂവ്മെൻറ്റ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് നമ്മൾ വാങ്ങിയ ആ വാല്യൂവിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി നമ്മൾ 600 രൂപ കൊടുത്തിട്ട് മേടിച്ചു, ഒരു ഓഹരി മേടിച്ചു. അത് നമ്മളൊരു 100 എണ്ണം മേടിച്ചു. 100 SBIയുടെ ഓഹരി വാങ്ങിയിട്ട് നമ്മൾ അടുത്ത ദിവസം അത് ലാഭമാണെങ്കിൽ വിൽക്കാമെന്നുള്ള ധാരണയിൽ നമ്മൾ വാങ്ങി. നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് അങ്ങനെയായിരുന്നു ചിന്തിച്ചത്. അപ്പോൾ നാളെ ഇത് നമ്മൾ 100 രൂപയ്ക്ക് 100 ക്വാണ്ടിറ്റി 600 രൂപ കൊടുത്ത് മേടിച്ചു. 60,000 രൂപയാണ് നമ്മുടെ കോസ്റ്റ് വാങ്ങിയ വില. നമുക്കത് അടുത്ത ദിവസം നോക്കുമ്പോൾ 1000 രൂപ ലാഭം കാണിക്കുന്നു. ഈ 1000 രൂപ ലാഭം കാണിച്ച് രാവിലെ 9:15 അല്ലെങ്കിൽ 9:30 10 മണിക്കോ നമ്മൾ നോക്കുമ്പോൾ അത് 60,000 രൂപ എന്നുള്ളത് 61,000 രൂപ കാണിക്കുന്നു. 1000 രൂപ ലാഭമാണല്ലോ, ഏറ്റവും പ്രോഫിറ്റ് കാണിക്കുന്നു. നമ്മളത് വിൽക്കാൻ നോക്കി ചിലപ്പം ഓർഡേഴ്സ് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്നത് താഴേക്കോ എഗെയിൻ മുകളിലേക്കോ പോകാം. ഓരോ സെക്കൻഡിലും ഓരോ നാനോ സെക്കൻഡിലും പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റിസ്ക് മറ്റുള്ള അസറ്റ് ക്ലാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണെന്ന് പറയാം. പക്ഷേ റിസ്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണോ വന്ന ന്യൂസ് അതിനനുസരിച്ച് പ്രൈസ് താഴേക്കോ മുകളിലേക്കോ പോകും. അതിന് റീസണബിൾ പ്രൈസാണെന്ന് തോന്നിയാൽ ഒരു ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് കൊള്ളാം, മോശമില്ലാത്ത റേറ്റാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത ക്വാർട്ടർലി റിസൾട്ട്സ് വരാൻ പോകുന്നു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട്സിനേക്കാൾ കൂടുതലായിരിക്കും ഇപ്പം ലാഭം കിട്ടാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കുറച്ച് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 3 മാസത്തിനിടയിൽ നമുക്കൊരു ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ ന്യൂസ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടോ കുറച്ച് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്ററിനും കുറച്ച് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഈ അഡ്വൈസറുടെ സപ്പോർട്ടോടുകൂടി, ഒരു പേഴ്സണൽ ഫിനാൻസ് അഡ്വൈസറുടെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്കത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് പോയിട്ട് ഏതെങ്കിലും അറിഞ്ഞുകൂടാത്ത കമ്പനിയുടെ പേരിൽ പിന്നെ ഇതിലൊന്നും ഷെയറിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഹാർഡ് ആൻഡ് മണിയാണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ആളിനുണ്ട്, ആ ഇൻവെസ്റ്റർക്കും ഉണ്ട്. റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേൺസും കൂടുതൽ കിട്ടും. ഓക്കെ. എപ്പോൾ തൊട്ടായിരിക്കണം ഒരാൾ സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത്? സ്റ്റോക്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാത്രമല്ല, നമ്മൾ ഒരു അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് ആളിന് വരുമാനം കിട്ടി തുടങ്ങുന്ന നാൾ മുതലാണ്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയ പോക്കറ്റ് മണിയെ കിട്ടുന്ന പോക്കറ്റ് മണിയിലും മിച്ചം വെച്ചിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. നമ്മളിപ്പോൾ എപ്പോഴും ലോകത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരുവാണ് വാറൻ ബഫറ്റ് എന്ന് പറയും. ആണ്, ശരിയാണ്. വാറൻ ബഫറ്റ് എൻ്റെ ഒരു പാർട്ണർ ചാർലി മങ്കർ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചുപോയി, അൺഫോർച്ചുനേറ്റ്ലി. അപ്പം അവരുടെയൊക്കെ ഇൻ്റർവ്യൂ കാണാൻ ആൾക്കാരിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുമായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഈ വാറൻ ബഫറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് 11ാമത്തെ വയസ്സിലാണ്. അത് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ആളാണ്. അപ്പോൾ ആളുടെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ പേഷ്യൻസ് ഇൻവെസ്റ്റ്മെൻറ്റിലെല്ലാം കാണിച്ച് ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ആളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റണത്. അപ്പം അത്രയും ക്വാളിറ്റി പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. നല്ല നല്ല ഓഹരികൾ തിരഞ്ഞു പിടിച്ച് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രൈസിൽ എത്തുമ്പോൾ ആൾ സ്മാർട്ടായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ടൈം ടു ടൈം അത് ചെയ്തത് കൊണ്ടാണ് ആൾക്ക് ഇത്രയും അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ രാകേഷ് ജുൻജുൻവാല, പുള്ളിക്കാരനും കഴിഞ്ഞ ഒരു 1 ഇയറിന് മുന്നേ അൺഫോർച്ചുനേറ്റ്ലി മരിച്ചുപോയി. അപ്പോൾ ആളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ഇതുപോലെ തന്നെയായിരുന്നു, ലോങ് ടൈം അസറ്റ് ക്രിയേഷൻ. അപ്പം ലോങ് ടൈമിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല അസറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നും ഓഹരികൾ തന്നെയായിരുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. ആൾക്കാർ പറയും റിയൽ എസ്റ്റേറ്റ് ആണ്, റിയൽ എസ്റ്റേറ്റിനേക്കാളും എത്രയോ മടങ്ങ് ഈ ഓഹരികളിൽ നിന്ന് റിട്ടേൺസ് പല തവണയും കിട്ടിയിട്ടുണ്ട്, വർഷങ്ങളായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊന്നും ഈ ഒരു പിന്നെ ഒരു എന്താണ് കമ്പാരിസൺ എടുക്കുമ്പോൾ എപ്പോഴും ഏത് അസറ്റ് ക്ലാസ്സസിനേക്കാൾ കൂടുതൽ റിട്ടേൺസ്, ഗോൾഡ്, പ്രോപ്പർട്ടി, FD, ചിട്ടി, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ
റവന്യൂ അല്ലെങ്കിൽ ഇൻകം ലാഭം കിട്ടിയിട്ടുള്ള എന്നും ഓഹരിയിൽ തന്നെയായിരുന്നു. ഒരുപാട് കമ്പനികളുടെ എക്സ്പീരിയൻസ് പറയാനുണ്ട്. അപ്പോൾ നമ്മളൊരു അനാലിസിസിലേക്ക് പോകുന്നില്ല, എന്നാലും ഒരു കമ്പനി എക്സാമ്പിൾ പറയാം. നമ്മൾ L&T, ലാർസൻ ആൻഡ് ടൂബ്രോ എന്നൊരു കമ്പനി. ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ 2005 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് ഈ 2023 വാല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര കോടി രൂപ വരും ഒരു ഊഹം പറയാൻ പറ്റുമോ? ഏതാണ്ട് 4-5 കോടി രൂപയ്ക്ക് അടുത്ത് വാല്യൂഷൻ, 5 കോടിക്ക് മുകളിൽ വരും. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താണ്. ഈ 1 ലക്ഷം രൂപ നമ്മളൊരു ലാൻഡ് വാങ്ങാനായിട്ട് യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് അതേ ലാൻഡ് ഈ 17-18 വർഷത്തിനിടയിൽ നമുക്ക് ഈ 5 കോടിക്ക് വിൽക്കാൻ പറ്റുമോ? ഗോൾഡിലാണെങ്കിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ഈ 2005 2023 ഇടയിൽ അത് 5 കോടി രൂപയായിട്ട് മാറുമോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ പിന്നെയും റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് അത് മാറി നിൽക്കുന്നത്? അവർക്കത് നഷ്ടം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരറിയുന്നില്ല. FD ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് കിട്ടി അല്ല ഇൻട്രസ്റ്റ് കിട്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവർ 15-20 വർഷത്തേക്കായിരിക്കും FD വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ടൈം ടു ടൈം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കാൾ എത്രയോ മടങ്ങ് അവർക്ക് ഈ പീരീഡ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും അവർ കേൾക്കാനോ അതിനെക്കുറിച്ച് അറ്റൻഷൻ കൊടുക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും താല്പര്യമില്ല. FD അല്ലേ, അവിടെ ഇരുന്നോളും, റിസ്ക് ഒന്നുമില്ല, ആയിക്കോട്ടെ. നമുക്ക് അവരിൽ നിന്ന് ആരും കമ്പൽ ചെയ്തതൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് അവരവരുടെ ചോയ്സാണ്. അപ്പം എപ്പോഴും ഏറ്റവും നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സെഗ്മെൻറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അയാൾ ട്രേഡിങ്ങിലോട്ട് വരുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും അതും രണ്ട് രീതിയിൽ തന്നെ കാണണം. അതൊരു സ്റ്റുഡൻറ്റിന് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ആൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് ആളിൽ മിച്ചം വരുന്ന പൈസ കൊണ്ട് ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം നോളജ് അല്ലെങ്കിൽ ക്ഷമ ഒക്കെ വേണ്ടി വരും, കുറച്ചധികം റിസർച്ചൊക്കെ വേണ്ടി വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അഡ്വൈസറുടെ അടുത്തൊക്കെ ഇരുന്ന് അവരുടെ കൂടെ മണിക്കൂറുകളോളം ചിലവാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ ട്രേഡിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകാനായിട്ടുള്ള പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലൊരു രീതി. ട്രേഡിങ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതിനുള്ള തിയറി എല്ലാം മനസ്സിലാക്കി ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് ഇല്ല, ട്രേഡിങ്ങിൽ റിസ്ക് ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റും കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് കുറച്ച് നാൾക്ക് ശേഷം. സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ 20 വയസ്സാണ്, ഓക്കെ, ഒരു എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളൊരു 20 വയസ്സിൽ എൻജിനീയറിംഗ് ഫിനിഷ് ചെയ്യാൻ പോന്നു, 20-21 ഫിനിഷ് ചെയ്യാൻ പോന്നു. അതിനിടയ്ക്ക് ആൾ കുറച്ച് പൈസ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആൾ റിട്ടയർ ചെയ്യുന്നത് 50, 55 അല്ല 60 വയസ്സിലായിരിക്കും റിട്ടയർ ചെയ്യുന്നത്. ആ 20, 25, 30 വർഷം കൊണ്ട് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്തുമാത്രം അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് നല്ലത്. ടൈം ടു ടൈം അത് റിവ്യൂ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ പ്രൊഫൈലുള്ള നല്ല കമ്പനികളിലൊക്കെ ആണെങ്കിൽ നമുക്കത് പ്രത്യേകിച്ച് വലിയ റിവ്യൂവിൻ്റെ ആവശ്യം വരില്ല. ഇന്ത്യയിലുള്ള ലാർജസ്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനികളൊന്നും ഒരു സജഷൻ ഒന്നും പറയുന്നില്ല. ലാർസൻ ടൂബ്രോ, മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ പേര് പറയേണ്ടി വരും. അപ്പോൾ ഇതൊന്നും നമ്മൾ റെക്കമെൻഡേഷനായിട്ട് പറയുന്നതല്ല. കമ്പനി പ്രൊഫൈൽ നോക്കി ഇപ്പോൾ അത് വാങ്ങാനായിട്ടുള്ള വിലയിലാണോ നിൽക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഒരു ഇൻവെസ്റ്റർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട്. ഏത് സമയത്തും നമുക്കത് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ലിക്വിഡിറ്റി എന്നുള്ളൊരു ടൈം ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പം ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ളൊരു അസറ്റാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ഇന്ന് പൈസ വേണമെങ്കിൽ ഇന്ന് സ്റ്റോക്ക് വിറ്റാൽ നാളെ തന്നെ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും. FD ആണെങ്കിൽ FD സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ബാങ്കിൽ പോകണം. പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ പാസ്ബുക്കൊക്കെ ആയിട്ട് അവിടെ ചെല്ലണം. വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം മൊബൈലുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ ട്രേഡിങ്ങും ഡിസിപ്ലിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ വേണ്ട ഒരു സാധനമാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്ഷമയെ പരിശോധിക്കുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. നമ്മൾ വാങ്ങിയിടേണ്ട പ്രൈസ് താഴോട്ട് പോയി, അല്ലെ വാങ്ങിയിടേണ്ട മുകളിലോട്ട് പോയി, അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഡിസിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത്
നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇത് വില കൂടുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വില കുറഞ്ഞു വന്ന് നമുക്ക് മാത്രം കിട്ടണം, ഏറ്റവും കുറഞ്ഞ വിലയിൽ മേടിച്ചിട്ട് ഏറ്റവും കൂടിയ വിലയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും പോസിബിളല്ല. ലക്കിലി ചിലപ്പം പറ്റുമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഓഹരി ഇന്നലെ ഒരാൾ 9:15 സെൽ ഓർഡർ ഇട്ട് വെച്ചു. 9:15 45-46 സെക്കൻഡിൽ ആ ഓഹരി വിറ്റ് ആൾക്ക് ലാഭം കിട്ടി. പക്ഷേ അതിൻ്റെ കൂടെ അതിന് ശേഷം ഓർഡർ ഇട്ട ആൾക്കാർക്ക് പലർക്കും ആ റേറ്റ് കിട്ടിയിട്ടില്ല. ഇതിനകത്തൊരു ടൈം ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഒരു ഓഹരി വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഓർഡർ ടൈപ്പ് ചെയ്ത് നമ്മൾ സെല്ല് ചെയ്യാനായിട്ടൊരു ഓർഡർ ടൈപ്പ് ചെയ്ത് വെക്കും കമ്പ്യൂട്ടറിൽ. ആ ടൈമിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് മുന്നേ നമ്മൾ ഓർഡർ ഇടുന്നതിന് 1 സെക്കൻഡിന് മുന്നേ വേറൊരാൾ ഓർഡർ ഇട്ടെങ്കിൽ അയാൾക്കാണ് ആദ്യത്തെ പ്രിഫറൻസ്. ഒരേ റേറ്റിലിട്ടു, ഞാൻ 100 രൂപയ്ക്ക് വെച്ചു, ആൾ 100 രൂപയ്ക്ക് സെല്ല് വെച്ചു. ആദ്യം ഓർഡർ ഇട്ട ആളാണെങ്കിൽ ആൾക്കാർക്കും അതിന് പ്രിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ ടൈം പ്രിഫറൻസ് ഇതിനകത്തുണ്ട്. പേഷ്യൻസ് വേണം. റിസ്ക് എന്നൊരു ടൈം അതിനകത്ത് നമ്മൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയും. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ടൂളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ലോസ് ലിമിറ്റ് ചെയ്യുന്ന ടൂളാണ് ഇത്. ആൾക്കാർ കേൾക്കും, പക്ഷേ അത് അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ച് 98-ന് സ്റ്റോപ്പ് ലോസ് വെച്ചു, 1000 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത്. അപ്പം എനിക്കൊരു 2 രൂപ താഴെ വന്നു കഴിഞ്ഞാൽ അത്രയും നഷ്ടം സഹിക്കാൻ റെഡിയാണ്. എന്നാൽ എനിക്കൊരു 10 രൂപ ലാഭം വേണം. ഇത് രണ്ടും ഒരു ഇൻവെസ്റ്ററിൻ്റെ ഒരു ചോയ്സാണ്. ആൾക്ക് 10 രൂപ ലാഭം കിട്ടാൻ വേണ്ടി 2 രൂപയുടെ റിസ്ക് എടുക്കാൻ റെഡിയാണ്. അതായത് 2 രൂപ താഴോട്ട് പോയാൽ ആൾ ഓക്കെയാണ്. 2 രൂപ വരെയുള്ള റിസ്ക് ഐ ക്യാൻ മാനേജ്, റെഡി ടു ടേക്ക് ദാറ്റ് മച്ച് റിസ്ക്. അപ്പം ഈ 1000 രൂപ എന്ന് പറയുമ്പം 100 രൂപയ്ക്ക് മേടിച്ച് 1000 ക്വാണ്ടിറ്റി വാങ്ങുമ്പോഴത്തേക്ക് 10 രൂപ കയറിയാൽ 10000 രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആൾ വാങ്ങിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി താഴോട്ട് പോയി. അപ്പോൾ ഈ താഴോട്ട് പോകുന്നതിനെ കുറിച്ചൊന്നും ആൾക്കാർ പറയില്ല. ഈ പല കണ്ടൻറ്റും യൂട്യൂബിൽ കേൾക്കുമ്പോഴൊക്കെ ഈ റിസ്ക് ഫാക്ടേഴ്സ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പലരും പറയുന്നത് കേൾക്കാറില്ല. പക്ഷേ അത് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇതിനകത്ത് റിട്ടേൺസ് കിട്ടുന്നത് പോലെ തന്നെ റിസ്ക്കും ഉണ്ട്. റിസ്ക് എടുത്തത് കൊണ്ട് അവർക്ക് ആ റിട്ടേൺസ് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് വഴിയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റും. ആൾക്ക് ലാഭം കിട്ടി, മാർക്കറ്റ് കയറിപ്പോയി. സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിൽ ഇപ്പം സർവ്വകാല റെക്കോർഡിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാത്ത ആൾക്കാരാണ് 90% കൂടുതൽ ആൾക്കാരും. അപ്പോൾ അതിന് റിട്ടേൺസ് കിട്ടണമെങ്കിൽ റിസ്ക് അധികം എടുത്താലേ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ട്രേഡ് ചെയ്യുന്നതിൽ നമ്മൾ എടുക്കേണ്ട ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ള ആദ്യമേ കുറച്ച് നാളത്തെ ഒരു റിവ്യൂവിൽ മനസ്സിലാക്കി വെച്ചിട്ട് വേണം ആ ട്രേഡിങ്ങിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്നതിൽ മോശം കാര്യമൊന്നുമല്ല, ട്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനെല്ലാം എടുത്ത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ടൂളൊക്കെ അപ്ലൈ ചെയ്ത് ഒരു സമാധാനത്തോട് പേഷ്യൻസൊക്കെ കാണിച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഒരു പാനിക്കായിട്ടുള്ള രീതിയിൽ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്ന ട്രേഡിങ്ങിൽ. ഓക്കെ. ഈ ട്രേഡിങ് എല്ലാ ദിവസവും ഉണ്ടാവും? ഓഹരി വിപണി ലൈവായിട്ടുള്ളത് എല്ലാ വർക്കിംഗ് ഡേയിലും മൺഡേ ടിൽ ഫ്രൈഡേ വർക്കിംഗ് ഡേ ആണെങ്കിൽ, അപ്പം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഓഹരികളിൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ അത് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഉള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും അത് ഇത് ചെയ്യുന്നത്. യൂണിറ്റ്സ് അലോട്ട് ചെയ്യാനായിട്ടുള്ള പ്രൈസ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ്. ടൈമിംഗ് എങ്ങനെയാണ്? സൺഡേയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് കൊടുത്തുവിടാം. അത് തിങ്കളാഴ്ച ആയിരിക്കും നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റണത്. ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയുള്ള യൂണിറ്റ്സ് ആയിരിക്കും നമുക്കത് അലോട്ട് ചെയ്യണത്. ടൈം സ്റ്റാമ്പ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ച്. അങ്ങനെയാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 9 മണി മുതൽ 9:15 വരെ ഒരു പ്രീ ഓപ്പണിംഗ് സെഷനുണ്ട്. പ്രീ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുന്നേ ഈ ഓർഡേഴ്സ് എല്ലാം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം വെച്ചിട്ടുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ഓപ്പണിംഗ് സെഷൻ തന്നെ കൊണ്ടുവന്നത്. ഈ അടുത്ത കാലത്താണ്. പണ്ട് കാലത്തൊന്നും ഈ പ്രീ ഓപ്പണിംഗ് സെഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 9:15 മുതൽ 3:30 വരെയുള്ള 9:15 AM ടിൽ 3:30 PM എല്ലാ വീക്ക് ഡേയ്സിലും ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈവായിരിക്കും. ഇതിനിടയ്ക്ക് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നമുക്ക് ഓരോ ഓഹരിയിലോ പല ഓഹരികളിലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബൈയും സെല്ലും ബൈയും ഇക്വിറ്റിയും ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഒരു 5 മുതൽ 6.5 മണിക്കൂറുകൾ നമുക്ക് ഒരു ദിവസം അവൈലബിൾ ആയിരിക്കും. സാറ്റർഡേ സൺഡേ നമുക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവധിയായിരിക്കും.
സോ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് വർക്കിംഗ് ഡേയ്സിൽ എന്തായാലും അവർ ബിസി ആയിരിക്കും. ആ സമയത്ത് അവരെങ്ങനെയായിരിക്കും ട്രേഡിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ട്രേഡിങ് ചെയ്യാം? സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റുഡൻറ്റിന് ഈ ആളുടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഇത് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. ആളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ അത് ആൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആളിതിനെക്കുറിച്ച് ഇങ്ങനെ ചിലപ്പോൾ ടെൻസ്ഡ് ആയിരിക്കും. ട്രേഡർ ആണെങ്കിൽ ആ ടെൻഷൻ വരേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റർ ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ട്രേഡർ ഇപ്പം രാവിലെ 9 മണിക്ക് ഒരു ഓർഡർ ഇട്ട് വെച്ചു, അല്ലെങ്കിൽ തലേ ദിവസം ഓർഡർ ഇട്ട് വെച്ചു. അഡ്വാൻസായിട്ട് ഓർഡർ ടൈപ്പ് ചെയ്യാം. ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് ഉണ്ട്. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓർഡേഴ്സ് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നമ്മുടെ കയ്യിൽ 100 ഓഹരി ഇരിപ്പുണ്ട്. 100 ഓഹരി നമുക്ക് അടുത്ത ദിവസത്തെ മാർക്കറ്റിൽ അത് വിറ്റ് ലാഭം ഉണ്ടാക്കണം എന്നുള്ള ധാരണയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചത് 500 രൂപയ്ക്ക് മേടിച്ചു. അടുത്ത ദിവസം അതൊരു 550 രൂപയ്ക്ക് വിൽക്കണം താല്പര്യത്തോട് ആളൊരു ടൈപ്പ് ചെയ്ത വെച്ച ഓർഡർ അന്നത്തെ ദിവസം 9:15-നും 3:30-നും ഉള്ള സമയം, രാവിലെ 9:15 AM മുതൽ 3:30 PM വരെയുള്ള സമയത്തിനിടയ്ക്ക് ഈ റേറ്റിലേക്ക് ആൾ പ്ലേസ് ചെയ്ത ആ റേറ്റിലേക്ക് ആ പ്രൈസ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ട്രേഡ് നടക്കും. അപ്പം മാർക്കറ്റ് ടൈമിങ്ങിൽ തന്നെ ലൈവായിട്ട് അവിടെ ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ വന്നിരിക്കണം നിർബന്ധമൊന്നുമില്ല. അഡ്വാൻസ് ആയിട്ട് ഓർഡേഴ്സ് എല്ലാം പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡേഴ്സിൽ ആ റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആളുടെ ട്രേഡ് നടക്കും. എപ്പോഴും കണ്ടിന്യൂസ് നോക്കിയിരിക്കുന്ന നിർബന്ധമില്ല. നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഈ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് ടെർമിനലിൽ ഇരിക്കേണ്ടി വരും. ആഫ്റ്റർ മാർക്കറ്റ് നമ്മളിത് റെഫർ ചെയ്യും. ബിഫോർ മാർക്കറ്റ് നമ്മളിത് റിവ്യൂ എല്ലാം ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിലേക്ക് സാധാരണ വരുന്നത്. ഓക്കെ. ഈ ഷോർട്ട് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതേപോലെ ഏതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്? ഷോർട്ട് ടൈം ലോങ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ലോങ് ടൈം എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വർഷത്തിലധികം നമ്മളൊരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. മ്യൂച്വൽ ഫണ്ടോ ഓഹരിയോ എന്തെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വർഷത്തിന് ശേഷം നമ്മളതിനെ ലാഭം എടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നു. അതാണ് ലോങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ താഴെ എപ്പോഴും വേണമെങ്കിലും ആവാം. ഇന്ന് നമ്മൾ വാങ്ങിയ അസറ്റ് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഒരു മാസത്തിനകത്തോ നമ്മളത് ഡിസ്പോസ് ചെയ്തു, അല്ലെങ്കിൽ ലാഭം എടുക്കുന്നു, അല്ലെങ്കിൽ ലാഭം കിട്ടിയില്ലെങ്കിലും പൈസ ആവശ്യം വന്നപ്പോൾ വിഡ്രോ ചെയ്തു. ഇതാണ് ഷോർട്ട് ടൈം പറയുന്നത്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഈ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതകൾ കുറവും, ലോങ് ടൈമിൽ അത് കൂടുതലുമാണ്. എന്നാൽ ഷോർട്ട് ടൈമിൽ ലാഭം സ്ഥിരമായിട്ട് കിട്ടുന്ന അസറ്റ് ക്ലാസ്സസും ഉണ്ടാകും. മീൻസ് അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഷോർട്ട് ടൈമിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അത് കൃത്യമായിട്ട് ലാഭം കിട്ടും, ഡിവിഡൻഡ് കിട്ടും അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു വർഷത്തിനിടയിൽ കൃത്യമായിട്ട് 1-2 തവണ ഡിവിഡൻഡ് ലാഭവിഹിതം കൊടുക്കുന്ന കമ്പനികളുമൊക്കെ ഉണ്ട്. ഡിവിഡൻഡിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഡിവിഡൻഡിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമൊക്കെ ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഷോർട്ട് ടൈം എന്ന് കരുതി വാങ്ങി, പക്ഷേ അത് വില കൂടാത്തതുകൊണ്ട് ലോങ് ടൈമിൽ വെയിറ്റ് ചെയ്ത് നല്ല ലാഭം കിട്ടി വിറ്റു. ലോങ് ടൈം എന്ന് കരുതി വാങ്ങി ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലാഭം കിട്ടിയതുകൊണ്ട് ആൾ ഷോർട്ട് ടൈമിൽ അത് വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പം രണ്ടിലും കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ രണ്ടും ആ ട്രെൻഡ് അനുസരിച്ച് നമുക്കൊരു ലാഭം കിട്ടാതിരിക്കാം, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. വെയിറ്റ് ചെയ്യാതെ തന്നെ ലാഭം കിട്ടിയിട്ടുണ്ടാവാം. സിറ്റുവേഷനാണതൊക്കെ. സോ അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രേഡ് ചെയ്യുന്നതാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? അതേപോലെ ട്രേഡ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് എത്രയാണ്? ട്രേഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഒരു ഡിസിപ്ലിൻ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട്. നമ്മൾ സമാധാനത്തോടെ വെയിറ്റ് ചെയ്ത് അത് ലാഭം കിട്ടിയിട്ടേ കൊടുക്കണുള്ളൂ. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാം. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട്സും ആനുവൽ റിപ്പോർട്ടൊക്കെ കണ്ടതിന് ശേഷം നല്ല ലാഭമൊക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം ഞാൻ വിൽക്കുന്നുള്ളൂ. ലാഭം ഉണ്ടെങ്കിൽ പോലും ഞാൻ കുറച്ചധികം വർഷം വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പണ്ട് മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്നുവരെയും വിൽക്കാതെ വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷോർട്ട് ടൈമിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് അതിൽ നിന്നുള്ളൊരു റിവാർഡ് എടുക്കുക എന്നുള്ളതാണ് ഈ ട്രേഡേഴ്സിൻ്റെ ഷോർട്ട് ടൈം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു രീതി. അത് സ്കാൽപ്പേഴ്സൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ചെയ്യുന്ന ജോബേഴ്സ് ഉണ്ട്. പല രീതിയിലൊക്കെ ആൾക്കാർ ട്രേഡ് ചെയ്യാറുണ്ട്. പല ടൈംസും പറയാറുണ്ട്. ഈ പല ടൈംസും നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കാണാനും കൂടെ ശ്രമിക്കുക. നമ്മുടെ ഈ പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് നമ്മൾ ഇതിനകത്തൊരു അറ്റൻഷൻ കൊടുക്കുന്നു. ട്രേഡേഴ്സിൻ്റെ പ്രത്യേകത മിക്കവാറും ഇതിനകത്ത് ശ്രദ്ധിച്ചിരിക്കും, അല്ലെങ്കിൽ അവർ ടൈം ടു ടൈം ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം പല തവണയായിട്ട് ചിലപ്പോൾ അത് ശ്രദ്ധിക്കും. മിനിമം ഒരു ദിവസം ഒരു തവണയെങ്കിലും അവരത്
ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് ട്രേഡേഴ്സിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് അല്ല ലോങ് ടൈം എന്ന് പറയുന്നത്, അവർക്ക് എല്ലാ ദിവസവും ഒന്ന് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ലാഭം വന്നോ വന്നില്ലേ എന്നുള്ളവർ നോക്കാറൊന്നുമില്ല. അപ്പോൾ അത് അവർക്ക് ഒരു ഓരോരുത്തരുടെ ആ ഡിസിപ്ലിൻ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഈ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നൊന്നുമല്ല പറഞ്ഞത്. ഓരോരുത്തരുടെ സ്റ്റൈൽ ഓഫ് ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് പല രീതിയിലായിരിക്കും. അപ്പോൾ പലർക്കും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഷോർട്ട് ടൈമിൽ ചെയ്യുന്നു. ലോങ് ടൈമിൽ ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇതിനെക്കുറിച്ച് വലുതായിട്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതുകൊണ്ട്, റിവ്യൂ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് ആൾ ലോങ് ടൈം വെയിറ്റ് ചെയ്യുന്നു. അത് രണ്ടുപേരും രണ്ട് രീതിയിൽ ചെയ്യുന്നു. രണ്ടുപേരും നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു എന്ന് പറയാം. രണ്ടുപേരും മോശക്കാരല്ല, രണ്ടുപേരും സ്മാർട്ടാണെന്ന് പറയാൻ പറ്റും. ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് രണ്ടുപേരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നാണ്. എന്ത് പറഞ്ഞാലും ഓഹരി എന്ന് പറയുന്നത് ഏറ്റവും റിവാർഡിങ് ആയിട്ടുള്ളൊരു അസറ്റ് ക്ലാസ്സസ് ആണ്. ഈ അസറ്റ് ക്ലാസ്സസിൽ ഒരെണ്ണമാണ്. ലോകത്ത് എവിടെയും എന്നും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ളത് ഓഹരികളിലായിരുന്നു. വേറെ ഏതൊരു അസറ്റ് ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോഴും അതിനെയൊക്കെ ബീറ്റ് ചെയ്തിരുന്നു. അതിനേക്കാളും മുകളിലാണ്, അതുക്ക് മേലെ ആണ് റിട്ടേൺസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ പോർഷനെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഓഹരികളിലേക്കോ മ്യൂച്വൽ ഫണ്ട് ത്രൂ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.